അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരള സംസ്ഥാനം ആഴ്ചകളായി ആദർശ സമ്മേളനങ്ങളുടെ വേലിയേറ്റത്തിലാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകന്മാർ വളരെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെ അനവധി സമ്മേളനങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ചെറുപ്പ് മേഖലാ സമ്മേളനത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ രാത്രി ഒരുപക്ഷേ കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല ലോകത്ത് മുഴുവനും ശ്രദ്ധേയമായ ഒരു രാത്രി, ഏതാനും നിമിഷങ്ങൾ എന്ന് തന്നെ പറയാം. ആ ഒരു സമയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, നാളെ സുബ്ഹി നിസ്കാരത്തിന് മുമ്പായി ലോകത്ത് സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സർവശക്തനായ അല്ലാഹു നിയോഗിച്ച 1,00,000-ലേറെ വരുന്ന പ്രവാചകരുടെ, അമ്പിയാക്കളുടെ ഏറ്റവും അവസാനമായി അല്ലാഹുവിന്റെ ദൂതനായി നിയോഗിതനായ നൌഷാദ് അസലി കുതുവങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുള്ള കുട്ടി ഹാജി, മൊയ്തീൻ കുട്ടി സക്കാമി, അൽക്കാമിലി, ഷെരീഫ് സക്കാഫി, ബഷീർ സക്കാഫി, ഹംസ മുസ്ലിയാർ, പി.കെ. അബ്ദുൾ സത്താർ പഴുവിൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക എം.എൽ.എ. ഗീതാ ഗോപി മുഖ്യാതിഥിയായി. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം നൌഷാദ്, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര താന്യം പൈനൂർ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നബിദിന ഘോഷയാത്രയും മൗലീദ് പാരായണവും നടന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചകൻ നബി തിരുമേനിയുടെ ജന്മദിനം. മഹല്ലുകളിൽ നബിദിന റാലികളും മൗലീദ് പാരായണവും. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. പെരുങ്ങോട്ടുകരയിൽ വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദർശ സമ്മേളനം നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.